ഗാന്ധി ഇടപെട്ടിട്ടും കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വ തർക്കത്തിന് പരിഹാരമാകുന്നില്ല. ആരോപണ വിധേയരെ മത്സരിപ്പിച്ചാൽ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനില്ലെന്ന് VM സുധീരൻ സോണിയാഗാന്ധിയെ ധരിപ്പിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, 5 സീറ്റുകളിൽ തർക്കം തുടരുകയാണ്. എന്തെങ്കിലും സമവായ സാധ്യത രൂപപ്പെട്ടിട്ടുണ്ടോ? ഹാരി, വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയെ കണ്ട് VM സുധീരൻ സോണിയാഗാന്ധിയെ കണ്ട് രാജ്യഭീഷണി മുഴക്കിയത്. ആരോപണ വിധേയരെ 5 സീറ്റുകളിലും മത്സരിപ്പിച്ചാൽ താൻ പിന്നെ ഈ അധ്യക്ഷ സ്ഥാനത്ത് തുടരില്ല എന്നാണ് VM സുധീരൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സോണിയാഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് വഴങ്ങണോ അങ്ങനെ ഒരു അഭിപ്രായം സുധീരനോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം 2ാം ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് രാത്രി വരെ നീളും എന്നറിയാൻ കഴിയുന്നു. രാവിലെ നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 30ഓളം സീറ്റുകളിൽ ഒരു ഒത്തുതീർപ്പ് കണ്ടെത്താൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവിടെയെല്ലാം സീറ്റുകളടക്കം ഇവിടെയെല്ലാം പാനൽ കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേതാക്കൾ തമ്മിൽ എത്തിയിട്ടുണ്ട്. ശരി സന്തോഷ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനാണ് ആദ്യഘട്ടത്തിലെ ശ്രമം. UDF കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞു. രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, തുടർന്ന് പാർട്ടി പ്രവർത്തകരോടൊപ്പം വോട്ട് അഭ്യർത്ഥിച്ച് കർമ്മമണ്ഡലത്തിലേക്ക്. വഴികളിൽ കണ്ടവരെയെല്ലാം നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ചിലർക്ക് സ്ഥാനാർത്ഥിയെ വളരെ സുപരിചിതം, ചിലർക്ക് TV-യിൽ കണ്ട് പരിചയമുള്ള മുഖം, നേരിൽ കണ്ടപ്പോഴുള്ള ആകാംക്ഷ. എതിർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ശിവദാസൻ നായർക്കായി ചുവരെഴുത്തുകൾ നടത്തുന്ന പ്രവർത്തകരോടും വീണ ജോർജ് കുശലം പറയാൻ മറന്നില്ല. കോൺഗ്രസ് 10 വർഷമായി കൈവശം വെക്കുന്ന മണ്ഡലം അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതായി വീണ ജോർജ് പ്രതികരിച്ചു. ആറന്മുള നിയോജക മണ്ഡല നിവാസികൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. 10 വർഷത്തെ വികസനമില്ലായ്മ ഈ മണ്ഡലത്തെ മുരടിപ്പിച്ചു കഴിഞ്ഞു. ജനങ്ങളിലെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകാര്യത അതാണ് വ്യക്തമാക്കുന്നത്. ആറന്മുള മാറ്റം ആഗ്രഹിക്കുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ നൽകുന്ന സ്വീകരണം വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും തന്റെ വിജയപ്രതീക്ഷ പങ്കുവെക്കാനും വീണ ജോർജ് സമയം കണ്ടെത്തിയിരുന്നു. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി തർക്കം രൂക്ഷമാകുന്നതിനിടയിൽ കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമായ ആറന്മുളയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വീണ ജോർജ് പ്രചാരണ രംഗത്ത് സജീവമായി. ഇത് ഇടതുപക്ഷത്തിന് മണ്ഡലത്തിൽ ഏറെ മുൻതൂക്കം നൽകുകയും ചെയ്യും. ആറന്മുളയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്ന് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മുകേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം ഏപ്രിൽ 3-ന് ആരംഭിക്കും. കൊല്ലത്തുകാർക്ക് താൻ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ലെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. അത്രയും പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യമാണ്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു പൂർണ്ണത വരുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഒരു സിനിമാ താരം അല്ലെങ്കിൽ മുകളിൽ നിന്നും ഇങ്ങനെ കെട്ടിയിറക്കിയ ഒരു നമ്മളൊന്നും കാണാത്ത, കേട്ടിട്ടില്ലാത്ത, തൊട്ടു നോക്കിയിട്ടില്ലാത്ത ഒരാളായിട്ടൊന്നും ഇത്രയും കൊല്ലമായിട്ടും കൊല്ലത്തു നിന്ന് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. കലാകാരനായിരിക്കുമ്പോഴും വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന മുകേഷ് പ്രചരണ രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. തന്റെ കുടുംബം കലയും രാഷ്ട്രീയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയവരാണ്. സ്വന്തം നാടായ കൊല്ലത്തുകാരെ കൂടുതൽ അടുത്തറിയാൻ കിട്ടിയ അവസരമായി സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നു. സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾ വോട്ട് തേടിയെത്തുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: എല്ലാവർക്കും അവരവരേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അവരവരേതായിട്ടുള്ള ജോലി തിരക്കുകളുണ്ട്. വരുന്നെങ്കിൽ സ്വാഗതം. കാളിദാസ കലാകേന്ദ്രയുടെ നാടകാവതരണത്തിനായാണ് ഭാര്യയും നർത്തകിയുമായ മേതിൽ ദേവിയെക്കൊപ്പം മുകേഷ് പാലക്കാടെത്തിയത്. കലാപ്രവർത്തനത്തിന് ഇടവേള നൽകി ഏപ്രിൽ 3 മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുകേഷ് സജീവമാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിൽ സീറ്റ് തർക്കം രൂക്ഷമാകുന്നു. കോന്നിയിൽ ഗ്രൂപ്പിലെ 11 DCC സെക്രട്ടറിമാർ രാജിക്കൊരുങ്ങുകയാണ്. അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി. അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിച്ചാൽ ബൂത്ത് തലം മുതൽ DCC ഭാരവാഹികൾ വരെ പാർട്ടിയിൽ നിന്നും രാജിവെക്കുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കോൺഗ്രസിലെ ബൂത്ത് തലം മുതൽ ബൂത്ത് ഭാരവാഹികൾ മുതൽ DCC ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഒരു രാജ്യസന്നദ്ധതയിലേക്ക് നീങ്ങി വന്നിരിക്കുകയാണ്. അടൂർ പ്രകാശിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന് പിന്നിൽ പാർട്ടിക്കകത്തെ തന്നെ സീറ്റ് മോഹികളുടെ ഗൂഢാലോചനയാണ്. ശ്രീ അടൂർ പ്രകാശിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടുന്നത് കുറച്ച് സീറ്റ് മോഹികളൊക്കെ അതിന്റെ പിന്നിലുണ്ടാകാം. പാർട്ടിയിൽ തന്നെ ചില സീറ്റ് മോഹികളോ ഒക്കെ അതിന്റെ പിന്നിലുണ്ടാകാം. പാർട്ടി സീറ്റ് നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ അടൂർ പ്രകാശ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനയും ഇവർ നൽകുന്നുണ്ട്.
സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും അടൂർ പ്രകാശ് അവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പത്തനംതിട്ട കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. വിജേഷ് നെടുവിൽ, പത്തനംതിട്ട. ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പിറവത്ത് മത്സര ചിത്രം വ്യക്തമായി. മന്ത്രിയും സിറ്റിംഗ് MLAയുമായ അനൂപ് ജേക്കബും പഴയ എതിരാളി MJ ജേക്കബും ഒരിക്കൽ കൂടി പിറവത്ത് ഏറ്റുമുട്ടുകയാണ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പിറവത്ത് കളമൊരുങ്ങുന്നത്. 2012 ഉപതെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണ് ഒരർത്ഥത്തിൽ പിറവം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചിത്രം. എന്നാൽ ഫലം ഉപതെരഞ്ഞെടുപ്പിലേതുപോലെയാകുമെന്ന് UDF കേന്ദ്രങ്ങൾ പോലും വിശ്വസിക്കുന്നില്ല. 12,070 വോട്ടുകൾക്കായിരുന്നു അനൂപ് ജേക്കബ് LDFിലെ MJ ജേക്കബിനെ അന്ന് പരാജയപ്പെടുത്തിയത്. TM ജേക്കബിന്റെ മരണത്തെ തുടർന്ന് മകൻ അനൂപ് ജേക്കബ് മത്സരരംഗത്തെത്തിയപ്പോഴുണ്ടായ സഹതാപം വോട്ടായി മാറുകയായിരുന്നുവെന്ന്. 2006 MJ ജേക്കബിനോട് TM ജേക്കബ് ഏറ്റുമുട്ടിയപ്പോൾ കേവലം 157 വോട്ടുകൾക്കായിരുന്നു അന്ന് TM ജേക്കബ് നിയമസഭയിലെത്തിയത് എന്നോർക്കണം. ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ അനൂപ് ജേക്കബ് മന്ത്രിയായി. 4 വർഷം പിന്നിടുമ്പോൾ പഴയ സഹതാപ തരംഗത്തിന്റെ പിൻബലം മന്ത്രിയായ അനൂപ് ജേക്കബിനില്ല. മന്ത്രി എന്ന നിലയിൽ നേരിട്ട അഴിമതി ആരോപണങ്ങൾ ഒരു വശത്ത്. പൊതുവിതരണ സമ്പ്രദായം ഇക്കാലയളവിൽ നേരിട്ടത് വലിയ തകർച്ചയായിരുന്നു. റേഷൻ കടകളും സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളും ശൂന്യമായി. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അഴിമതി ആരോപണങ്ങൾ മാത്രം ബാക്കിയായി. ചുരുക്കത്തിൽ പരാജയമായിരുന്നു എന്ന് മുന്നണിയും പാർട്ടിയും പോലും വിലയിരുത്തിയ മന്ത്രിയാണ് 4 വർഷം പിന്നിടുമ്പോൾ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത്. MJ ജേക്കബ് തന്നെ അനൂപിന്റെ എതിരാളിയെ എത്തിയതോടെ കളം മാറുകയാണ്. പിറവത്തിന്റെ മുൻ ജനപ്രതിനിധിയാണ് ഇടതു സ്ഥാനാർത്ഥി MJ ജേക്കബ്. 2006 മുതൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുസമ്മതൻ. 2011 തൊട്ടടുത്ത വർഷം ഉപതെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടുവെങ്കിലും ഇക്കാലമത്രയും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു ഇദ്ദേഹം. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും കാര്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാനില്ല എന്നത് MJ ജേക്കബിന്റെ അധിക യോഗ്യതയാണ്. ഇതിനു പുറമെയാണ് ഭരണകക്ഷിക്ക് തലവേദനയായി കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ. എറണാകുളം ജില്ലയുടെ കാർഷിക കലവറയാണ് പിറവം. കാക്കൂർ കാളവയൽ പോലെ കാർഷിക സംസ്കൃതിയുടെ അടയാളങ്ങൾ പേർന്ന മണ്ണ്. ഇടത്തരം റബ്ബർ കർഷകർ ഏറ്റവും കൂടുതലുള്ള പ്രദേശം കൂടിയാണ് പിറവം. ജില്ലയിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന തോട്ടറ, പുഞ്ച ഉൾപ്പെടുന്ന നാട്. എന്നാൽ കർഷകന്റെ നെടുവീർപ്പുയരുകയാണ് ഈ പുഞ്ചപ്പാടങ്ങളിൽ ഇന്ന്. റബ്ബർ തോട്ടങ്ങളിൽ ചെറുകിട ഇടത്തരം കർഷകന്റെ കണ്ണുനീർ വീണ് നനഞ്ഞിരിക്കുന്നു. കർഷകന്റെ ഇന്നത്തെ ദുരവസ്ഥ ഇടതുപക്ഷം പ്രചരണായുധമാക്കിയാൽ UDFിനത് ചെറുതല്ലാത്ത വെല്ലുവിളിയാകും. മണ്ഡലത്തിൽ 1,97,100 വോട്ടർമാരാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കായിരുന്നു പിറവത്ത് മേൽക്കൈ. ഇടതുമുന്നണിക്ക് 69,520 വോട്ടും UDFിന് 67,931 വോട്ടും ലഭിച്ചു. 1,589 വോട്ടുകൾ ഇടതുപക്ഷത്തിന് അധികം നേടാനായി എന്നർത്ഥം. ഈ കണക്കിലാണ് ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ജേക്കബ് വിഭാഗത്തിലെ അന്തചിത്രം പിറവത്ത് UDFിന് മറ്റൊരു തലവേദനയാണ്. അങ്കമാലി സീറ്റിന്റെ പേരിൽ കോൺഗ്രസിനോട് പിണങ്ങി നിൽക്കുന്ന ജോണി നെല്ലൂരിനൊപ്പം അനൂപില്ല. ചുരുക്കത്തിൽ പാർട്ടി ചെയർമാനും മന്ത്രിയും 2 തട്ടിലായെന്നർത്ഥം. പിളർപ്പിന്റെ വാൾ പാർട്ടിക്ക് മുകളിൽ തൂങ്ങുമ്പോഴും അനൂപ് ജേക്കബ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടഭ്യർത്ഥിക്കുകയാണ് അനൂപ് ജേക്കബ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ശേഷി ഇനിയും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത BJP ഇക്കുറി സാന്നിധ്യം തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 2012 ഉപതെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു മത്സര ചിത്രമാണ് പിറവത്ത് തെളിയുന്നത്. എന്നാൽ അനൂപ് ജേക്കബിന് ഇക്കുറി സഹതാപ തരംഗത്തിന്റെ ആനുകൂല്യമില്ല എന്നൊരു സവിശേഷതയുണ്ട്. മറിച്ച് അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പിറവത്ത് കളമൊരുങ്ങുന്നത്. അനൂപ് ജേക്കബിന് എതിരായി ഉയർന്ന ആരോപണങ്ങളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈയും ഇടതുപക്ഷത്തിന് ഒരു അധിക കരുത്താണ്. കേരള കോൺഗ്രസിന്റെ പിളർപ്പിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ജോസഫ് വിഭാഗത്തിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൊടുപുഴ. കസ്തൂരിരംഗൻ റിപ്പോർട്ടും റബ്ബറിന്റെ വിലത്തകർച്ചയും പ്രധാന ചർച്ചാ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനു മറുപടി പറയാൻ PJ ജോസഫിന് നന്നേ വിയർക്കേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ പാർട്ടിയുടെ കർഷക വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് പുറത്തുവന്ന ജോസഫിന്റെ അരുമ ശിഷ്യൻ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവരാണ് മറുചേരിയിൽ എന്ന് തന്നെയാണ്. പാലയിൽ മാണിക്കെന്ന പോലെ തൊടുപുഴയിൽ PJ ജോസഫിനും ഇത് അഭിമാന പോരാട്ടമാണ്. സ്വന്തം ചേരിയിൽ നിന്നും പിരിഞ്ഞുപോയ അരുമ ശിഷ്യൻ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ മറുചേരിയിൽ അണിനിരന്നുയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്നതാണ് PJ ജോസഫ് ഇത്തവണ നേരിടുന്ന പ്രധാന വെല്ലുവിളി. മുന്നണി ബന്ധങ്ങളിലെ അഴിച്ചുപണിയും പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും നടക്കുന്നതിനനുസരിച്ച് ഇരു മുന്നണികളിൽ നിന്നും വിജയിച്ചു കയറിയ ചരിത്രം PJ ജോസഫിനുണ്ടെങ്കിലും 2001 തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ കയ്പുനീർ രുചിച്ച ചരിത്രവും ജോസഫിന് തൊടുപുഴയിലുണ്ട്. LDFിലെ പ്രധാന കക്ഷിയായ CPIMന്റെ സ്ഥാനാർത്ഥിയെ നേരിട്ട ചരിത്രവും ജോസഫിന് വിരളമാണ്.
മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ജോസഫ് ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ എതിർചേരിയിൽ സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. NGO യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരിയും CPIM തൊടുപുഴ ഏരിയ സെക്രട്ടറി TR സോമൻ എന്നിവരടക്കം സ്ഥാനാർത്ഥികളാകാൻ ഉതകുന്ന വലിയ നേതൃനിര ഇപ്പോൾ തന്നെ തൊടുപുഴയിലുണ്ട്. പൊതുസ്വതന്ത്രൻ എന്ന ആശയവും LDF ഉയർത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി ആരായാലും LDFന്റെ താഴെത്തട്ടിലുള്ള പ്രചരണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. റബ്ബറിന്റെ വിലത്തകർച്ചയിൽ തകർന്നടിഞ്ഞ കർഷകരുടെ ദുരിതവും കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള കർഷകരുടെ ആശങ്കയും തന്നെയാണ് ഇടത് പ്രചരണ ആയുധം. ഒപ്പം കേരള കോൺഗ്രസിൽ നിന്നും വിട്ടുവന്നവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും പ്രധാന പ്രചരണ വിഷയമാകും. എന്തായാലും നാളിതുവരെ PJ ജോസഫ് കണ്ട തെരഞ്ഞെടുപ്പ് ചിത്രമാകില്ല ഇത്തവണ തൊടുപുഴയിൽ കാണുക. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കുറി PJ ജോസഫ് മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. തന്നെ വിട്ടുപിരിഞ്ഞ സഹപ്രവർത്തകരും CPIM-ഉം ഒന്നിച്ചു പിടിച്ചാൽ ഒരു 2001 ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വരുന്നതോടെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് വഴിതെളിയുന്നു. UDF-ന്റെയും BJP-യുടെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ KPCC അംഗമായ ശോഭന ജോർജും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. ജാതിമത ശക്തികൾക്ക് തേരോട്ടമുള്ള മണ്ഡലത്തിൽ ഇത്തവണ UDF-ന് ആധിപത്യം നഷ്ടപ്പെടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിൽ ഏറെക്കാലവും കോൺഗ്രസ് ചേരിക്കൊപ്പം നിന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ. രാഷ്ട്രീയത്തെക്കാൾ ജാതിമത സമവാക്യങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്. ഒട്ടേറെ പ്രമുഖരെ നിയമസഭയിൽ എത്തിച്ച ചരിത്രവും ചെങ്ങന്നൂരിനാണുള്ളത്. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറായിരുന്ന R ശങ്കരനാരായണൻ തമ്പിയെ വിജയിപ്പിച്ചാണ് 57 മുതലുള്ള ചെങ്ങന്നൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തുടങ്ങുന്നത്. കോൺഗ്രസിലെ KR സരസ്വതിയമ്മയെ പരാജയപ്പെടുത്തിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ ശങ്കരനാരായണൻ തമ്പി വിജയിച്ചത്. 91, 96, 2001 വർഷങ്ങളിൽ മണ്ഡലത്തിൽ നിന്നും ഹാട്രിക് വിജയം നേടിയത് കോൺഗ്രസിലെ ശോഭന ജോർജാണ്. ഏറ്റവും ഒടുവിൽ PC വിഷ്ണുനാഥ് MLA ആണ് ഇവിടെ നിന്നും വിജയിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ തന്നെ നേതാവ് P ശ്രീധരൻപിള്ളയാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നായർ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP BDGS സംയുക്തമായി 36,000 വോട്ടുകൾ നേടി. എന്നാൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ BJP വോട്ടുകൾ 25,000-ആയി ചുരുങ്ങുകയാണ് പതിവ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ PC വിഷ്ണുനാഥിനെതിരെ മണ്ഡലത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഇതിനിടയിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ PC വിഷ്ണുനാഥിന്റെ മണ്ഡലത്തിലെ സ്വാധീനം കുറച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് KK രാമേന്ദ്രൻ നായരാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമേന്ദ്രൻ നായർ ശോഭന ജോർജിനോട് ഇവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി UDF നിലനിർത്തി. കൂടാതെ പാണ്ടനാട്, മാന്നാർ, വെൺമണി, മുളക്കുഴ, ആല പഞ്ചായത്തുകളും UDF-നൊപ്പമാണ്. ചെന്നിത്തല, ബുധനൂർ, പുലിയൂർ, ചെറിയനാട് എന്നീ 4 പഞ്ചായത്തുകൾ മാത്രമാണ് LDF-നൊപ്പമുള്ളത്. തിരുവൻവണ്ടൂർ പഞ്ചായത്ത് ഇത്തവണ BJP-യുടെ കയ്യിലാണ്. പൊതുവെ ഇത്തവണത്തെ ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും ഹാട്രിക് വിജയം നേടിയ KPCC അംഗം ശോഭന ജോർജ് ഇത്തവണ ഇവിടെ സ്വതന്ത്രയായി മത്സരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇത് PC വിഷ്ണുനാഥിന്റെ വോട്ട് കുറയ്ക്കാൻ കാരണമാകുമെന്നും കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ UDF നേടിയ വോട്ടുകളിൽ കൂടുതലും ഇത്തവണ PC വിഷ്ണുനാഥിന് ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. തികച്ചും ത്രികോണ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ചെങ്ങന്നൂർ മണ്ഡലം. എന്തായാലും മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ചെങ്ങന്നൂർ മണ്ഡലം മാറി ചിന്തിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ തന്നെ മണ്ഡലത്തിലാകെ പ്രതിഫലിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.